ഇനി നമ്മുടെ ദുറൂസിലെ 4ാമത്തെ പാഠമാണ് അറിദ്ദ. അറിദ്ദ എന്നാൽ എന്താണ്? ഇവിടെ ആദ്യം തന്നെ നമുക്കൊരു ആയത്ത് കാണാം. ഇന്നല്ലസീന ഇന്ദല്ലാഹിൽ ഇസ്ലാം. എന്താണ് ഇതിന്റെ അർത്ഥം? അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. നമ്മുടെ മതം എന്താണ്? നമ്മുടെ മതവും ഇസ്ലാമാണ്. നാം മുസ്ലിങ്ങളായി എന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്താണ്. നിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹമാണ് അല്ലെ, നമ്മൾ മുസ്ലിങ്ങളായി ജനിച്ചു എന്നുള്ളത്. ജീവിതകാലം മുഴുവൻ മുസ്ലിം ആയിരിക്കാനും മുസ്ലിമായി തന്നെ മരിക്കാനും നമുക്ക് സാധിക്കണം. മുസ്ലിമായിട്ട് തന്നെ മരിക്കണം. മുസ്ലിം പുറത്തു പോകുന്ന കാഫറാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെ, അതിലൊന്നും പെട്ടുപോവാതെ നമ്മൾ മുസ്ലിമായിട്ട് തന്നെ ജീവിക്കാൻ സാധിക്കണം. അതിന് തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്വാലിഹീൻ, ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ദുആ നമ്മളെപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എന്താണ്? തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്വാലിഹീൻ എന്നുള്ള പ്രാർത്ഥന. എന്താണ് അതിൻ്റെ അർത്ഥം? എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സാലിഹുകളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു ദുആ നമ്മളെന്നും ഓതിക്കൊണ്ടേയിരിക്കണം. എല്ലാ സ്വാലിഹീകളും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം എങ്ങനെയൊക്കെ കൊണ്ട്, ഇപ്പം ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇസ്ലാം വേണ്ട, അങ്ങനെ പറയുന്നത് പോലും തെറ്റാണ്. വാക്കുകൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ നിയ്യത്ത് കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം, മറ്റുള്ളവർ നിർബന്ധിച്ചത് മൂലമല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ഒരു പാഠം തന്നെ എന്താണ്? റിദ്ദത്താണ്. അപ്പോൾ റിദ്ദത്ത് എന്നാൽ എന്ത് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഇത്. റിദ്ദ സംഭവിച്ചയാളാണ് മുർത്തദ്. റിദ്ദത്ത് സംഭവിക്കുക ഇങ്ങനെയാണ്. ആ റിദ്ദത്ത് സംഭവിച്ച ആൾക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയ ആൾക്കാണ് പറയുന്നത് മുർത്തദ്. കുഫറിന്റെ ഇനത്തിൽ ഏറ്റവും ഗുരുതരമായതാണ് റിദ്ദത്ത്. അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്ത് രക്ഷിക്കട്ടെ. കുഫറിന്റെ ഇനത്തിൽ ഏറ്റവും ഗുരുതരമായതാണ് റിദ്ദത്ത്. അപ്പോൾ ഇവിടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. മുർത്തദ്ദായാൽ അതുവരെ ചെയ്ത എല്ലാ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടും. നമ്മൾ അതുവരെ ചെയ്ത നന്മകളുടെ പ്രതിഫലം നഷ്ടപ്പെടും. ആരായാലും മുർത്തദ്ദായാൽ. മുർത്തദ് എന്ന് പറയുന്നത് ആർക്കാണ്? റിദ്ദത്ത് സംഭവിച്ചയാൾക്കാണ് മുർത്തദ് എന്ന് പറയുന്നത്. അവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയോ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ അവനെ മറവ് ചെയ്യുകയോ ഇല്ല. ആരെ? മുർത്തദിനെ. അവന് ശാശ്വതമായി നരകത്തിൽ വസിക്കുകയും ചെയ്യും. മുർത്തദായ ഒരാൾ എങ്ങോട്ടാണ് പോകുക? കൃത്യമായിട്ട് നരകത്തിലേക്കാണ് പോകുക. എന്തൊക്കെയാണ് പിന്നെ റിദ്ദത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊന്നും നമ്മുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ല. അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിഷേധിക്കുക, അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക, പിന്നെയോ 5 നേരത്തെ ഫർള് നിസ്കാരം പോലെയുള്ള കാര്യങ്ങളെ നിഷേധിക്കുക, വിവാഹം, കച്ചവടം പോലെയുള്ള ഇസ്ലാമിൽ ഹലാലായ കാര്യങ്ങൾ ഹറാമാണെന്ന് പറയുക. ഇസ്ലാമിൽ ഹലാലായ കാര്യം എന്താണ്? എന്ത്? വിവാഹവും കച്ചവടമൊക്കെ, അതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. പിന്നെയോ വ്യഭിചാരം, മദ്യപാനം പോലുള്ള ഇസ്ലാമിൽ ഹറാമായ കാര്യങ്ങൾ ഹലാലാണെന്ന് പറയുക, മുസ്ലിമിനെ കാഫിറാക്കുക, ശറഅ ഇൽമുകൾ എഴുതപ്പെട്ടതിനെ മാലിന്യത്തിലിടുക എന്നിവ റിദ്ദത്തിന്റെ കാരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും പറയുന്നവരും റിദ്ദത്തിൽ പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിഷേധഭാവത്തിലായാലും പരിഹാസ രൂപത്തിലായാലും വാശി കാരണമായാലും റിദ്ദ സംഭവിക്കും.
മുർത്തദ്ദായവൻ ഉടനെ ഇസ്ലാമിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. അഥവാ മുർത്തദ്ദായി പോയി എങ്കിൽ അവന് ഇസ്ലാമിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. റിദ്ദ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ റിദ്ദ എന്താണ്, റിദ്ദ സംഭവിച്ചയാൾക്ക് പറയുന്നത് എന്താണ്, പിന്നെയോ റിദ്ദ സംഭവിക്കാനിടയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. ഇനി ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ പ്രവർത്തനം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഏതാണ്? നമുക്കറിയാം, ഇസ്ലാം. റിദ്ദ എന്നാൽ എന്ത് എന്നുള്ളത് നമുക്ക് ഇവിടെ ഉണ്ടല്ലേ. പിന്നെ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതാണ് റിദ്ദ എന്ന് പറയുന്നത്. ഇനി റിദ്ദത്തിൻ്റെ കാരണങ്ങൾ ഏവ? റിദ്ദത്തിൻ്റെ കാരണങ്ങൾ ഇത് ഇവിടെ നിന്ന് തൊട്ട് അള്ളാഹുവിനെ നിഷേധിക്കുക തൊട്ട് ഈ ഒരു എന്നിവ റിദ്ദത്തിൻ്റെ കാരണങ്ങൾ, ഉദാഹരണങ്ങളാണ് എന്നിവ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് റിദ്ദത്തിൻ്റെ കാരണങ്ങൾ. പിന്നെ പൂരിപ്പിക്കാനാണ് ഈ 2 ആയത്തുകളും പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. കൂടുതൽ മദ്രസ റിലേറ്റഡ് വീഡിയോസിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ്